എൻ്റെ പേര് ആഷ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ നിന്ന് അനേകർക്ക് സാക്ഷ്യമാകാൻ എന്നെ അഭിഷേകം ചെയ്തതിനെ ഓർത്ത് വളരെയധികം നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത് നവംബർ 2023 അപ്പോൾ ഞാൻ ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടിയിലൊരു നിയോഗമായി വെച്ചിരുന്നത് മാതാവേ എനിക്കൊരു ജോലി നൽകണമെന്നായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പം ഞാനൊരു 2 വർഷമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഉടമ്പടിയെല്ലാം ചെയ്ത് പോയി കഴിഞ്ഞ് ഞാൻ നാട്ടിലൊരു ലോക്കൽ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അതിനുശേഷം ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. അതിനുശേഷം സൗദിയിലോട്ട് MOHലോട്ടൊരു ഇൻ്റർവ്യൂ വരികയും ഞാനത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ വിജയിക്കാൻ സാധിച്ചു. അതിനുശേഷം സൗദി പ്രൊമോട്ടർക്ക് എക്സാം ക്ലിയർ ചെയ്യണമായിരുന്നു. അപ്പോൾ ഏജൻറ്റ് എന്നോട് പറഞ്ഞു വിത്തിൻ 19 ഡേയ്സിനിടയിൽ പോകണം, നിനക്ക് എക്സാം ഇവിടെ നിന്ന് എഴുതാൻ സമയം കിട്ടത്തില്ല, നീ അവിടെ ചെന്നിട്ട് എഴുതിയാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഒരുപാട് മുമ്പ് പോയവരുടെ അനുഭവം ഞാനിങ്ങനെ കേൾക്കുകയുണ്ടായി. 3 ചാൻസേ ഉള്ളൂ, അവിടെ ചെന്ന് നമുക്ക് പഠിക്കുവാനും വർക്ക് ചെയ്യാനും കൂടെ സാധിക്കില്ല എന്ന്. അങ്ങനെ തോറ്റവരെ എനിക്കറിയാം, അവരെ തിരിച്ച് നാട്ടിലോട്ട് മടക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതൊരു വലിയ തലവേദനയായി എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് സമയം ക്രമീകരിച്ച് തരണേ എന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ ഉടമ്പടി പിന്നെയും പുതുക്കേണ്ട സമയമായി. അങ്ങനെ ഞാൻ പുതുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ പ്രധാന കവാടത്തിൻ്റെ അവിടെ എൻട്രൻസിലെത്തിയപ്പോൾ തന്നെ എനിക്ക് മാതാവിന് നല്ല സുഗന്ധാഭിഷേകം ഉണ്ടായി. അത് കുറച്ച് നേരത്തേക്ക് എനിക്ക് ഉടമ്പടി പുതുക്കുന്ന ഹാളിലെത്തുന്നവിടെ നന്നായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടു. അന്ന് തന്നെ ഉടമ്പടി പുതുക്കി അന്ന് തന്നെ എനിക്ക് പരിശുദ്ധ അമ്മയെ വഹിക്കുവാനുള്ള അനുഗ്രഹവും ലഭിച്ചു. അതിനുശേഷം ഞാൻ നവംബർ 21 എൻ്റെ എക്സാം. എനിക്ക് എക്സാം വളരെ ടഫായിരുന്നു. ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു എക്സാം. ഞാനങ്ങനെ എക്സാം എഴുതാൻ വേണ്ടി ബാംഗ്ലൂർ ചെന്നപ്പോൾ ഇവിടെ കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു അച്ഛനെ കണ്ടുമുട്ടാൻ എനിക്ക് ഇടയായി. ആ അച്ഛൻ എനിക്ക് മാതാവിൻ്റെ ഒരു കാശുരൂപം തന്ന് എന്നെ ബ്ലെസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചു, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അല്ലാതെ എങ്ങനെ ഞാൻ ഈ അച്ഛനെ കണ്ടുമുട്ടാൻ സാധിച്ചതെന്ന്. അങ്ങനെ ഞാൻ 4 മണിക്കൂറായിരുന്നു എക്സാം. എനിക്ക് എക്സാം എഴുതിയെന്ന് എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. 210 ക്വസ്റ്റ്യൻ ഞാൻ വളരെ കൂളായിട്ട് അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്തു. 4 മണിക്കൂർ കൊണ്ട് എനിക്ക് എക്സാം ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. ഞാൻ എക്സാമിന് ഉടമ്പടി ഉപ്പും കാശുരൂപം ഉപയോഗിച്ചിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഫസ്റ്റ് ചാൻസ് തന്നെ എനിക്ക് സൗദി പ്രൊമോട്ടർക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ഞാൻ അടുത്ത ആഴ്ച സൗദിക്ക് പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു നിയോഗമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊരു വാഹനം 1 വർഷത്തോളമായി വിൽക്കാൻ നോക്കിയിട്ട് ആരും വരുന്നില്ലായിരുന്നു. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ ആരും വില കൊണ്ട് എടുക്കുന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിലായിരുന്ന സമയത്ത് ഒരാൾ വന്ന് നോക്കുകയും ഞങ്ങൾ ഉടമ്പടി ഉപ്പ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അന്ന് തന്നെ ആ വണ്ടി വിൽക്കാൻ സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ആശുപത്രിയിൽ രോഗികളെ കണ്ട് കൃപാസനപത്രം വിതരണം ചെയ്തിരുന്നു. ബസ് സ്റ്റാൻഡുകളിൽ വിതരണം ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടി തോന്നിയിരുന്നു. പിന്നെ എനിക്ക് എത്ര പത്രം കിട്ടിയാലും വിതരണം ചെയ്യുന്നതിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ ഞാൻ റിസൈൻ ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു, വന്ന് ഹെൽപ്പ് ചെയ്യാമായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത്. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ ശുശ്രൂഷ ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള അഗതി മന്ദിരത്തിൽ പോയിട്ട് അവരെ സഹായിക്കുകയും എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും ഉള്ള ധ്യാനം കൃത്യമായി പങ്കെടുത്തിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ പരമാവധി കുമ്പസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നെ ഈ ഉടമ്പടി വഴി എനിക്ക് സന്ധ്യാപ്രാർത്ഥന ഒരു ദിവസം പോലും മുടങ്ങാതെ എന്നും കൊന്ത ചൊല്ലാൻ സാധിച്ചിരുന്നു. അല്ലെങ്കിൽ പലപ്പോഴും മുടങ്ങാറുണ്ടായിരുന്നു. ഇത്രയാണ് എനിക്ക് വെച്ചിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾ. യെശയ്യാ 41:13 നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ആഷ ദിലീപ് എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സ്ഥിര വരുമാനമുള്ള ജോലിക്ക് വേണ്ടിയാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. ഇടയ്ക്ക് വെച്ച് ജോലി നിർത്തുകയും പിന്നീട് മുന്നോട്ട് പോകുവാനൊരു വഴിയില്ലാതെ പ്രയാസപ്പെടുകയും ചെയ്ത നാളുകളിലാണ് മകൾ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചത്.
മകളുടെ ഈ ഉടമ്പടിയുടെ സാക്ഷ്യപത്രത്തിൽ എഴുതിയിരിക്കുക 50,000 രൂപ ലഭിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അമ്മ മാതാവിൻ്റെ അരികിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചുവെന്നാണ്. നമ്മുടെ നാട്ടിൽ 50,000 രൂപ നേഴ്സുമാർക്ക് കിട്ടുക അത്ര എളുപ്പമല്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ മോളോട് ചോദിച്ചു, എന്തായിരുന്നു നീ അങ്ങനെ എഴുതിയിട്ടത്? പിന്നെ മാതാവിനെല്ലാം സാധ്യമാണ്, അതുകൊണ്ട് അത് കിട്ടുമെന്ന് കരുതി ഞാനത് എഴുതിയിട്ടു. പിന്നീടാണ് വിദേശത്തേക്ക് പോകുവാനുള്ള വഴികൾ തുറക്കുന്നത്. ഒരു തടസ്സം എല്ലാം വേഗത്തിന് മാറി എല്ലാം സുഗമമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. മകൾ പറയുന്നുണ്ട്, വിദേശത്ത് പോയി അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച നാളുകളിൽ പോലും അമ്മ മാതാവ് എല്ലാം ക്രമീകരിച്ചു കൊടുത്ത് ഒരു ഭയപ്പാട് പോലുമില്ലാതെ ആ പരീക്ഷകളെല്ലാം ക്വാളിഫൈ ചെയ്യുവാനും അങ്ങനെ സുരക്ഷിതമായി ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള എല്ലാ വാതിലുകളും അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി മകൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. മകളുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത ഉടമ്പടി ജീവിതത്തിലുള്ള വിശ്വസ്തതയാണ്. ഏറ്റവും ചെറിയ കാര്യം പോലും ഏറ്റവും വിശ്വസ്തതയോടെ ചെയ്യുന്നതിന് നിരന്തരമായ ശ്രദ്ധ പുലർത്തിയെന്ന്. അത് വിശുദ്ധ കുർബാന പങ്കുചേരലാവട്ടെ, കുമ്പസാരമാവട്ടെ, വചനവായനയാവട്ടെ, കാരുണ്യപ്രവൃത്തിയാവട്ടെ, കൃപാസനം പത്രത്തിലൂടെ ദൈവാനുഭവങ്ങളെ മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതാവട്ടെ, ഓരോന്നും അത് എന്താണോ കൽപ്പിച്ചിരിക്കുന്നത് ആ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും വിശ്വസ്തയോടെ ചെയ്യുവാൻ മകൾ കാണിച്ച ആ സത്യസന്ധതയ്ക്ക്, ആ നന്മയ്ക്ക് അമ്മ മാതാവ് കൊടുത്ത വലിയ അനുഗ്രഹമാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. ഹൃദയഭാരങ്ങൾ ഏറ്റെടുത്ത് ലഘൂകരിക്കുന്ന അമ്മ മാതാവ് എല്ലാം വളരെ വേഗത്തിൽ, വളരെ നിസ്സാരമായി, വളരെ സുഗമമായി മകളുടെ നിയോഗങ്ങൾ ഓരോന്നും അനുവദിച്ചു കൊടുത്ത് അനുഗ്രഹിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുക. നമ്മുടെ ജീവിതങ്ങളെയും ഉടമ്പടിയിലുള്ള നമ്മുടെ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ സമർപ്പിച്ച് കൂടുതൽ വിശ്വസ്തതയിലും കൂടുതൽ തീഷ്ണതയിലും നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് കരങ്ങരടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.